എല്ലാവർക്കും സൂക്കോ പി എസ് സിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. പരിഷ്കരിച്ച 9ാം ക്ലാസ് SCRT പാഠപുസ്തകത്തിലെ തീരങ്ങളിലൂടെ എന്ന ചാപ്റ്റർ അടിസ്ഥാനമാക്കിയുള്ള ക്ലാസ്സാണിത്. ഇന്ത്യയിലെ തീരസമതലങ്ങളും അനുബന്ധ വിവരങ്ങളുമാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വിത്തൗട്ട് ഫർദർ അഡു ലെറ്റ് സ്റ്റാർട്ട്. എന്താണ് തീരപ്രദേശങ്ങൾ? കടൽ തീരത്തോട് ചേർന്നുള്ള താഴ്ന്നതും പരന്നതുമായ ഭൂമിയെയാണ് തീരപ്രദേശങ്ങൾ എന്ന് വിളിക്കുന്നത്. നീളമേറിയ തീരപ്രദേശമാണ് ഇന്ത്യക്കുള്ളത്. ഇന്ത്യയിലെ തീരസമതലങ്ങൾ. ഇന്ത്യയിലെ തീരസമതലങ്ങൾ പീഠഭൂമിയുടെ ഇരുവശത്തും ഇന്ത്യയുടെ കിഴക്കും പടിഞ്ഞാറും തീരങ്ങളായി സ്ഥിതി ചെയ്യുന്നു. ഈ രണ്ടിൻ്റെയും ആകെ ദൈർഘ്യം റാൻ ഓഫ് കച്ചിൽ നിന്ന് പടിഞ്ഞാറ് നിന്ന് പശ്ചിമ ബംഗാൾ വരെ 6150 കിലോമീറ്ററാണ്. ലക്ഷദ്വീപുകളുടെയും ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളുടെയും തീരങ്ങൾ ഉൾപ്പെടെ ഇന്ത്യക്ക് ഏകദേശം 7517 കിലോമീറ്റർ നീളത്തിൽ തീരദേശമുണ്ട്. സമതല ഭൂപ്രകൃതി, അനുയോജ്യമായ കാലാവസ്ഥ, ജലലഭ്യത, വർദ്ധിച്ച തൊഴിലവസരങ്ങൾ, മെച്ചപ്പെട്ട ഗതാഗത സൗകര്യങ്ങൾ തുടങ്ങിയ അനുയോജ്യമായ ധാരാളം ഘടകങ്ങൾ ഉള്ളത് തീരസമതലങ്ങളെ ജനവാസത്തിന് അനുയോജ്യമാക്കുന്നു. സ്ഥാനം, ഭൂപ്രകൃതി സവിശേഷതകൾ എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ തീരസമതലത്തെ രണ്ടായി തിരിക്കാം. ഒന്ന് പടിഞ്ഞാറൻ തീരസമതലമെന്നും രണ്ട് കിഴക്കൻ തീരസമതലമെന്നും. ഇന്ത്യയുടെ തെക്കേ അറ്റത്തുള്ള കന്യാകുമാരിയിൽ തീരദേശ സമതലങ്ങളുടെ രണ്ട് ഭാഗങ്ങൾ കൂടിച്ചേരുന്നുണ്ട്. ഇന്ത്യൻ തീരസമതലങ്ങളുടെ സവിശേഷതകൾ നമുക്ക് വിശദമായി നോക്കാം. പടിഞ്ഞാറൻ തീരസമതലത്തെക്കുറിച്ച് നോക്കാം. ഉപദ്വീപീയ പീഠഭൂമിക്കും അറബിക്കടലിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഇടുങ്ങിയ ഭൂപ്രദേശമാണ് പടിഞ്ഞാറൻ തീരസമതലം. ഗുജറാത്തിലെ കച്ച് മുതൽ കന്യാകുമാരി വരെ ഏകദേശം 1840 കിലോമീറ്റർ നീളത്തിൽ കാണപ്പെടുന്ന ഈ തീരപ്രദേശത്തിൻ്റെ വീതി 10 കിലോമീറ്ററിനും 15 കിലോമീറ്ററിനും ഇടയിലാണ്. പടിഞ്ഞാറൻ തീരസമതലങ്ങൾ ഗുജറാത്ത് സംസ്ഥാനത്ത് ആരംഭിച്ച് മഹാരാഷ്ട്ര, ഗോവ, കർണാടക എന്നിവിടങ്ങളിലൂടെ കേരളം വരെ വ്യാപിച്ചു കിടക്കുന്നു. ഇത് ഒരു താഴ്ത്തപ്പെട്ട തീരത്തിന് അഥവാ സബ്മേർജ്ഡ് കോസ്റ്റിന് ഉദാഹരണമാണ്. എന്താണ് താഴ്ത്തപ്പെട്ട തീരം എന്ന് നമുക്ക് നോക്കാം. തീരപ്രദേശങ്ങളിൽ ഉത്ഥാനം അഥവാ അപ്ലിഫ്റ്റ്മെൻറ്റ് പോലുള്ള ഭൗമപ്രവർത്തനങ്ങളാൽ തീരദേശത്തെ കരഭാഗം ഉയരുകയോ സമുദ്രനിരപ്പ് താഴുകയോ ചെയ്യുന്നു. ഇതിൻ്റെ ഫലമായി കടൽ പിൻവാങ്ങി രൂപപ്പെടുന്ന തീരങ്ങളാണ് ഉയർത്തപ്പെട്ട തീരങ്ങൾ അഥവാ എമേർജ്ഡ് കോസ്റ്റ്. അവതരണം അഥവാ സബ്സിഡൻസ് പോലുള്ള ഭൗമപ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ തീരദേശത്തെ കരഭാഗം താഴുകയോ സമുദ്രജലനിരപ്പ് ഉയരുകയോ ചെയ്യുന്നു. ഇതിൻ്റെ ഫലമായി കരയിലേക്ക് കടൽ കയറി രൂപപ്പെട്ട തീരങ്ങളാണ് താഴ്ത്തപ്പെട്ട തീരങ്ങൾ അഥവാ സബ്മേർജ്ഡ് കോസ്റ്റ്. പടിഞ്ഞാറൻ തീരസമതലം ഒരു താഴ്ത്തപ്പെട്ട തീരത്തിന് ഉദാഹരണമാണ്. തീരത്തോടടുത്ത് കാണപ്പെടുന്ന കായലുകൾ പടിഞ്ഞാറൻ തീരസമതലത്തിൻ്റെ സവിശേഷതയാണ്. മലബാർ തീരങ്ങളിലാണ് പ്രധാനമായും കായലുകൾ കാണപ്പെടുന്നത്. വേമ്പനാട്ട് കായൽ ഇതിന് ഉദാഹരണമാണ്. പടിഞ്ഞാറൻ തീരത്ത് നദീനിക്ഷേപങ്ങളും കുറവായിരിക്കും. പടിഞ്ഞാറൻ തീരസമതലത്തെ 3 വിഭാഗങ്ങളായി തരംതിരിക്കാം. ഒന്ന് ഗുജറാത്ത് തീരമെന്നും, 2 കൊങ്കൺ തീരമെന്നും, 3 മലബാർ തീരമെന്നും. ഇതിനെക്കുറിച്ച് നമുക്ക് വിശദമായി ഒന്ന് നോക്കാം. ആദ്യത്തേത് ഗുജറാത്ത് തീരസമതലം. റാൻ ഓഫ് കച്ച് ചതുപ്പ് പ്രദേശവും കച്ച് സൗരാഷ്ട്ര മേഖലകളുടെ തീരപ്രദേശങ്ങളും ദമൻ ദിയു, ദാദ്ര നഗർ ഹവേലി കേന്ദ്രഭരണ പ്രദേശങ്ങളും ഉൾപ്പെടുന്നതാണ് ഗുജറാത്ത് തീരസമതലം. സബർമതി, മാഹി തുടങ്ങിയ നദികളുടെ എക്കൽ നിക്ഷേപണ ഫലമായാണ് ഈ തീരസമതല ഭാഗം രൂപപ്പെട്ടിട്ടുള്ളത്. ചെറുതും വലുതുമായ ദ്വീപുകൾ, ഉപദ്വീപുകൾ, കടലിടുക്കുകൾ, ചതുപ്പുനിലങ്ങൾ, വേലിയേറ്റ ചാലുകൾ അഥവാ ക്രീക്സ്, കുന്നുകൾ തുടങ്ങിയവ ഈ മേഖലയുടെ പ്രധാന സവിശേഷതകളാണ്. കപ്പലുകളുടെ ശവപ്പറമ്പ് അഥവാ ഗ്രേവ്യാർഡ് ഓഫ് ഷിപ്സ് എന്നറിയപ്പെടുന്ന അലാങ് കടൽ തീരവും പരുത്തിത്തുണി വ്യവസായ കേന്ദ്രങ്ങളായ സൂറത്തും വഡോദരയും മത്സ്യബന്ധന ഹാർബറായ വെരാവലും ചരിത്ര പ്രാധാന്യമുള്ള ദണ്ഡി കടപ്പുറവും നിരവധിയായ ഉപ്പുപാടങ്ങളുമെല്ലാം ഗുജറാത്ത് തീരസമതലത്തിൻ്റെ സവിശേഷതയാണ്. അടുത്തത് റാൻ ഓഫ് കച്ച് എന്നാണ് നോക്കാം. ഇന്ത്യ പാക് അതിർത്തി പ്രദേശമായ കച്ചിലെ ഒരു ലവണ ചതുപ്പു നിലമാണ് റാൻ ഓഫ് കച്ച്. ഗുജറാത്തി ഭാഷയിൽ റാൻ എന്നാൽ മരുഭൂമി എന്നാണ് അർത്ഥം. മഴക്കാലങ്ങളിൽ വെള്ളക്കെട്ടുകളായി രൂപപ്പെടുന്ന ഇവ മഴ മാറുന്നതോടെ ലവണ മരുഭൂമി പ്രദേശമായി മാറുന്നു. വെളുത്ത ഉപ്പുമണൽ നിറഞ്ഞ റാൻ ഓഫ് കച്ച് ഒരു ലവണ മരുഭൂമിയാണ്. ഏകദേശം 26,000 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ഈ ചതുപ്പ് നിലത്തിന് ഗ്രേറ്റർ റാൻ, ലിറ്റിൽ റാൻ എന്നിങ്ങനെ 2 ഭാഗങ്ങളുണ്ട്. നവംബർ മുതൽ ഫെബ്രുവരി വരെ നീണ്ടു നിൽക്കുന്ന റാൻ ഉത്സവം ഇവിടുത്തെ പ്രധാന ആഘോഷമാണ്. കൊങ്കൺ തീരസമതലത്തെക്കുറിച്ച് നോക്കാം. ഗുജറാത്ത് തീരസമതലത്തിന് തെക്ക് ദമൻ മുതൽ ഗോവ വരെ വ്യാപിപ്പിച്ചിരിക്കുന്ന തീരസമതലമാണ് കൊങ്കൺ തീരം. ഏകദേശം 500 കിലോമീറ്ററാണ് ഇതിൻ്റെ നീളം. പശ്ചിമഘട്ട മലനിരകൾ ഈ തീരത്തിന് സമാന്തരമായി സ്ഥിതി ചെയ്യുന്നതിനാൽ ഇവിടെ തീരസമതലം ഇടുങ്ങിയതാണ്.
കൊങ്കൺ തീരത്തിൻ്റെ വടക്കുഭാഗം മണൽ നിറഞ്ഞ തീരങ്ങളും തെക്കുഭാഗം പാറക്കൂട്ടങ്ങൾ നിറഞ്ഞ തീരവുമാണ്. ക്ലിഫുകൾ, ദ്വീപുകൾ, ബീച്ചുകൾ തുടങ്ങിയ തീരദേശ ഭൂരൂപങ്ങൾ ഇവിടെ കാണപ്പെടുന്നു. ഇന്ത്യയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ ഗോവയിലും ധാരാളം ബീച്ചുകളുണ്ട്. ധാരാളം മഴ ലഭിക്കുന്ന ആർദ്ര കാലാവസ്ഥ കൊങ്കൺ തീരസമതലത്തെ ജൈവ വൈവിധ്യ സമ്പന്നമാക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് കൊങ്കൺ തീരസമതലത്തിൽ ഉയർന്ന തോതിൽ മഴ ലഭിക്കുന്നത്? കൊങ്കൺ തീരപ്രദേശങ്ങളിൽ ഈർപ്പമുള്ള കാലാവസ്ഥയാണ്. പശ്ചിമഘട്ടം കൊങ്കൺ തീരത്തിന് സമാന്തരമായി സ്ഥിതി ചെയ്യുന്നതിനാൽ ഈർപ്പം നിറഞ്ഞ കാറ്റിനെ തടഞ്ഞു നിർത്തി കനത്ത മഴയ്ക്ക് ഇത് കാരണമാകുന്നുണ്ട്. നവശേവ അഥവാ നവി മുംബൈ, മൊർമുഗോവ തുടങ്ങിയ പ്രകൃതിദത്ത തുറമുഖങ്ങളും മാൽപെ മത്സ്യബന്ധന ഹാർബറും കപ്പൽ നിർമ്മാണശാലകളും ടൂറിസം കേന്ദ്രങ്ങളും വ്യവസായ കേന്ദ്രങ്ങളുമെല്ലാം കൊങ്കൺ തീരത്ത് നിലനിൽക്കുന്നുണ്ട്. മലബാർ തീരം. മംഗലാപുരം മുതൽ കന്യാകുമാരി വരെ വ്യാപിച്ചിരിക്കുന്ന മലബാർ തീരത്തിന് ഏകദേശം 550 കിലോമീറ്റർ ദൈർഘ്യമാണുള്ളത്. കൊങ്കൺ തീരത്തേക്കാൾ വീതി കൂടുതലാണ് ഈ തീരത്തിന്. ക്ലിഫുകൾ, കടൽ സ്തംഭങ്ങൾ, ബീച്ചുകൾ, അഴിമുഖങ്ങൾ, പൊഴികൾ തുടങ്ങി നിരവധി തീര ഭൂരൂപങ്ങൾ മലബാർ തീരത്ത് കാണാം. ഇവിടുത്തെ ഒരു പ്രധാന സവിശേഷതയാണ് കായലുകൾ. വേമ്പനാട്ട് കായൽ ഇതിൽ പ്രധാനമാണ്. ഇവിടെ കായലുകളും തടാകങ്ങളും കനാലുകളും വഴി ബന്ധിപ്പിച്ച് ജലഗതാഗതം സാധ്യമാക്കുന്നുണ്ട്. കോട്ടപ്പുറം മുതൽ കൊല്ലം വരെ ഇത്തരത്തിൽ ഗതാഗത യോഗ്യമാണ്. ഇന്ത്യയിലെ പ്രധാന ദേശീയ ജലപാതകളിലൊന്നാണ് NW3 എന്നറിയപ്പെടുന്ന കോട്ടപ്പുറം മുതൽ കൊല്ലം വരെയുള്ള ജലപാത. വർക്കല, ഏഴിമല, ബേക്കൽ തുടങ്ങിയ പ്രദേശങ്ങളിൽ തീരങ്ങൾ ഉയർന്നു കാണപ്പെടുന്നു. ഇവിടെ ക്ലിഫ് പോലുള്ള ഭൂരൂപങ്ങളും കാണാം. മുഴുപ്പിലങ്ങാട്, ചാവക്കാട്, കോവളം തുടങ്ങി നിരവധി ബീച്ചുകളും മലബാർ തീരസമുദ്രങ്ങളിലുണ്ട്. പൊതുവെ തീരദേശത്തെ തണ്ണീർത്തടങ്ങളും കായലുകളും ദേശാടന പക്ഷികളുടെ പ്രജനന കേന്ദ്രങ്ങളാണ്. കടലുണ്ടി, കുമരകം, പാതിരാമണൽ തുടങ്ങിയ പക്ഷി സങ്കേതങ്ങൾ ദേശാടന പക്ഷികൾക്ക് സംരക്ഷണം നൽകുന്ന ഇടങ്ങളാണ്. നാഞ്ചിനാടും കുട്ടനാടും കോൾനിലങ്ങളും അടങ്ങുന്ന നെല്ലറകളും നീണ്ടകര, മുനമ്പം, പൊന്നാനി, ബേപ്പൂർ തുടങ്ങി മത്സ്യബന്ധന ഹാർബറുകളും തീരദേശ ജനതയുടെ സാമ്പത്തിക പ്രവർത്തന കേന്ദ്രം. കിഴക്കൻ തീരസമതലം. പൂർവ്വഘട്ടത്തിനും ബംഗാൾ ഉൾക്കടലിനും മധ്യേ സ്ഥിതി ചെയ്യുന്ന താരതമ്യേന വീതി കൂടിയ തീരസമതലങ്ങളാണ് കിഴക്കൻ തീരസമതലങ്ങൾ. വടക്ക് പശ്ചിമ ബംഗാൾ മുതൽ തെക്ക് തമിഴ്നാട്ടിലെ കന്യാകുമാരിയുടെ തെക്കേ അറ്റം വരെ കിഴക്കൻ തീരദേശ സമതലങ്ങൾ വ്യാപിച്ചു കിടക്കുന്നു. മഹാനദി ഡെൽറ്റ പ്രദേശം മുതൽ കന്യാകുമാരി വരെ ഏകദേശം 1800 കിലോമീറ്റർ നീളമുണ്ട് കിഴക്കൻ തീരസമതലത്തിന്. മഹാനദി, കൃഷ്ണ, ഗോദാവരി, കാവേരി തുടങ്ങിയ ഉപദ്വീപീയ നദികളുടെ നിക്ഷേപണ പ്രക്രിയയുടെ ഫലമായി രൂപപ്പെട്ടതാണ് കിഴക്കൻ തീരസമതലങ്ങൾ. ഇത് ഒരു ഉയർത്തപ്പെട്ട തീരത്തിന് അഥവാ എമേർജ്ഡ് കോസ്റ്റിന് ഉദാഹരണമാണ്. മഹാനദി, കൃഷ്ണ, ഗോദാവരി, കാവേരി എന്നീ നദികളുടെ ഡെൽറ്റകൾ ഉൾപ്പെട്ടതാണ് ഈ തീരസമതലം. ഈ ഡെൽറ്റകൾ വളരെ ഫലഭൂയിഷ്ടമാണ്. ദക്ഷിണേന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്ന കൃഷ്ണ നദിയുടെ ഡെൽറ്റ ഇതിന് ഉദാഹരണമാണ്. ആന്ധ്രാപ്രദേശിൽ ബംഗാൾ ഉൾക്കടൽ ചേരുന്നതിന് മുൻപ് കൃഷ്ണ നദി വിജയവാഡയ്ക്ക് സമീപം രൂപീകരിക്കുന്ന ഫലഭൂയിഷ്ടമായ വലിയൊരു സമതലമാണ് കൃഷ്ണ നദിയുടെ ഡെൽറ്റ. കിഴക്കൻ തീരസമതലത്തിൻ്റെ 2 വിഭാഗങ്ങളാണ് വടക്കൻ സിർക്കാർ തീരവും കോറമണ്ടൽ തീരവും. വടക്കൻ സിർക്കാർ തീരം മഹാനദി ഡെൽറ്റ മുതൽ കൃഷ്ണ ഡെൽറ്റ വരെ വ്യാപിച്ചിരിക്കുന്ന തീരസമതല ഭാഗമാണ് വടക്കൻ സിർക്കാർ തീരം. ഒഡീഷ, ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളുടെ തീരദേശം ഇത് ഉൾപ്പെടുന്നു. ഒഡീഷയിൽ ഇത് ഉത്കൽ സമതലം എന്നും ആന്ധ്രാപ്രദേശിൽ ആന്ധ്രാ സമതലം എന്നുമാണ് അറിയപ്പെടുന്നത്. മുഖ്യമായും മഹാനദി, ഗോദാവരി, കൃഷ്ണ എന്നീ നദികളുടെ ഡെൽറ്റ നിക്ഷേപങ്ങൾ ഉൾപ്പെട്ടതാണ് ഈ സമതല ഭാഗം. മഹാനദി ഡെൽറ്റയ്ക്ക് തെക്കായി സ്ഥിതി ചെയ്യുന്ന ചിൽക്ക തടാകം ഇന്ത്യയിലെ വലിയ തടാകങ്ങളിലൊന്നാണ്. ആന്ധ്രയിലെ കൊല്ലേരു തടാകമാണ് കിഴക്കൻ തീരത്തെ മറ്റൊരു പ്രധാന തടാകം. പശ്ചിമ തീരത്തെ അപേക്ഷിച്ച് കിഴക്കൻ തീരത്ത് തുറമുഖങ്ങൾ കുറവാണ്. വിശാഖപട്ടണവും മസൂലിപട്ടണവുമാണ് പ്രധാന തുറമുഖങ്ങൾ. ശ്രീകാകുളം, ഈസ്റ്റ് ഗോദാവരി, വെസ്റ്റ് ഗോദാവരി തുടങ്ങിയ നെല്ലറകളും വിശാഖപട്ടണം, മസൂലിപട്ടണം തുടങ്ങിയ തുറമുഖങ്ങളും തീരജനതയുടെ സാമ്പത്തിക മത്സ്യബന്ധന പ്രവർത്തനങ്ങളുടെ കേന്ദ്രങ്ങളായി നിലകൊള്ളുന്നു. കോറമണ്ടൽ തീരം കൃഷ്ണ നദി ഡെൽറ്റ മുതൽ കന്യാകുമാരി വരെ നീളുന്ന തീരസമതലമാണ് കോറമണ്ടൽ തീരം. കാവേരി നദി ഡെൽറ്റയും ഈ തീരസമതലത്തിൻ്റെ ഭാഗമാണ്. ഈ പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന ഫലഭൂയിഷ്ടമായ ഡെൽറ്റ ഏക്കൽമണ്ണ് കോറമണ്ടൽ തീരസമതലത്തെ നെൽകൃഷിക്ക് അനുയോജ്യമാക്കുന്നു. കോറമണ്ടൽ തീരത്തെ ഒരു പ്രധാന തടാകമാണ് പുലിക്കാട്ട് തടാകം. പുലിക്കാട്ട് തടാകത്തിൻ്റെ തീരത്താണ് ഇന്ത്യയുടെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമായ ശ്രീഹരിക്കോട്ട സ്ഥിതി ചെയ്യുന്നത്. പുലിക്കാട്ട് തടാകം, പോയിന്റ് കാലിമർ എന്നീ പക്ഷി സങ്കേതങ്ങളും പിച്ചവാരം കടൽക്കാടുകൾ തുടങ്ങിയവ ഈ തീരസമതലത്തിലെ ജൈവ വൈവിധ്യ സംരക്ഷണ കേന്ദ്രങ്ങളാണ്.
ഇവിടുത്തെ പ്രധാന മത്സ്യബന്ധന ഹാർബറുകളാണ് നാഗപട്ടണം, കടലൂർ എന്നിവ. ചെന്നൈ തീരത്തെ മറീന ബീച്ച് പ്രസിദ്ധമായ വിനോദസഞ്ചാര കേന്ദ്രമാണ്. ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്തെ അപേക്ഷിച്ച് കിഴക്കൻ തീരത്ത് പ്രകൃതിദത്ത തുറമുഖങ്ങൾ കുറവാണ്. ഇതിനുള്ള പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. തീരപ്രദേശത്ത് നിന്ന് സമുദ്രത്തിൻ്റെ അടിത്തട്ടിലേക്ക് ക്രമേണ ചെരിഞ്ഞു കിടക്കുന്ന ഒരു ഭൂഖണ്ഡത്തിൻ്റെ ആഴം കുറഞ്ഞതും വെള്ളത്തിനടിയിലുള്ളതുമായൊരു ഭാഗമാണ് കോണ്ടിനെൻ്റൽ ഷെൽഫുകൾ. കിഴക്കൻ തീരത്തുള്ള കോണ്ടിനെൻ്റൽ ഷെൽഫുകൾ വളരെ വിശാലവും ആഴം കുറഞ്ഞതുമാണ്. ഇത് കടലിലേക്ക് ക്രമേണ ചരിവുണ്ടാക്കുന്നു. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വലിയ കപ്പലുകളെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ആഴത്തിലുള്ള തുറമുഖങ്ങൾ സൃഷ്ടിക്കാൻ ഡ്രഡ്ജിങ് ആവശ്യമാണ്. അടുത്തത് നദീ നിക്ഷേപങ്ങളിലും ഡെൽറ്റ രൂപീകരണമാണ് മറ്റൊരു കാരണം. ഗംഗ, ബ്രഹ്മപുത്ര, മഹാനദി തുടങ്ങിയ പ്രധാന നദികൾ കിഴക്കൻ തീരത്ത് വലിയ അളവിൽ ചെളിയും അവശിഷ്ടങ്ങളും നിക്ഷേപിക്കുന്നു. ഇത് ഡെൽറ്റകളും ചെളിത്തട്ടുകളും ഉണ്ടാക്കുന്നു. ഈ നിക്ഷേപങ്ങൾ തീരപ്രദേശത്തെ ആഴം കുറഞ്ഞതും പ്രകൃതിദത്ത തുറമുഖങ്ങൾക്ക് അനുയോജ്യമല്ലാതാക്കുന്നുണ്ട്. അടുത്തത് കിഴക്കൻ തീരത്തെ പ്രകൃതിദത്ത ഷെൽട്ടറുകളുടെ അഭാവം പ്രകൃതിദത്ത തുറമുഖങ്ങൾക്ക് ഭീഷണിയാണ്. കിഴക്കൻ തീരത്ത് പ്രക്ഷുബ്ധമായ കടൽ സാഹചര്യങ്ങളിൽ നിന്ന് കപ്പലുകൾക്ക് സ്വാഭാവിക അഭയം നൽകാൻ കഴിയുന്ന പ്രമുഖ ഹെഡ്ലാൻഡുകളോ ഉൾക്കടലുകളോ അഴിമുകളോ ഇല്ല. ഇങ്ങനെയുള്ള കാരണങ്ങൾ കിഴക്കൻ തീരങ്ങളിൽ തുറമുഖങ്ങൾ കുറവാകുവാൻ കാരണമാകുന്നു. പടിഞ്ഞാറൻ തീരസമതലത്തിൻ്റെയും കിഴക്കൻ തീരസമതലത്തിൻ്റെയും സവിശേഷതകളാണ് പട്ടികയിൽ നൽകിയിട്ടുള്ളത്. അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനും ഇടയിലാണ് പടിഞ്ഞാറൻ തീരസമതലം സ്ഥിതി ചെയ്യുന്നത്. റാൻ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെയാണ് ഇതിൽ വ്യാപിച്ചു കിടക്കുന്നത്. ഇതിൻ്റെ വീതി താരതമ്യേന കുറവാണ്. ഗുജറാത്ത് തീരസമതലം, കൊങ്കൺ തീരസമതലം, മലബാർ തീരസമതലം എന്നിങ്ങനെ തിരിക്കാം. കായലുകളും അഴിമുഖങ്ങളും പടിഞ്ഞാറൻ തീരസമതലത്ത് കാണപ്പെടുന്നു. അടുത്തത് കിഴക്കൻ തീരസമതലമാണ്. ബംഗാൾ ഉൾക്കടലിനും പൂർവ്വഘട്ടത്തിനും ഇടയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. സുന്ദരവന പ്രദേശം മുതൽ കന്യാകുമാരി വരെ ഇത് വ്യാപിച്ചു കിടക്കുന്നു. ഇതിൻ്റെ വീതി താരതമ്യേന കൂടുതലാണ്. കോറമണ്ടൽ തീരം, വടക്കൻ സിർക്കാസ് തീരസമതലം എന്നിങ്ങനെ തിരിക്കാം. ഡെൽറ്റ രൂപീകരണം നടക്കുന്നുണ്ട് കിഴക്കൻ തീരസമതലത്തിൽ. ഇന്ത്യയിലെ തീരസമതലങ്ങളും അനുബന്ധ വിവരങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും സുക്കോ PSCയുടെ നന്ദി, നമസ്കാരം.